നമസ്കാരം. ഇതൊരു വാട്സപ്പ് പോസ്റ്റാണ്. ഒരു സ്വാഭിമാന ഹിന്ദുവിന്റെ പോസ്റ്റ് കണ്ടിരുന്നു. എഴുത്തച്ഛനെ കേരളത്തിലെ വിദ്യാർത്ഥികൾ അനുസ്മരിച്ചു. ചെറുശ്ശേരിയെ കേരളത്തിലെ വിദ്യാർത്ഥികൾ അനുസ്മരിച്ചു. വള്ളത്തോളിനെ, കുമാരനാശാനെ, തകഴിയെ, മാധവിക്കുട്ടിയെ, ബാലാമണി അമ്മയെ, സുഗതകുമാരിയെ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അനുസ്മരിച്ചിരുന്നു. കുഞ്ഞുണ്ണി മാഷിനെ, അക്കിത്തത്തെ, വിഷ്ണുനാരായണ നമ്പൂതിരിയെ കേരളത്തിലെ വിദ്യാർത്ഥികൾ അനുസ്മരിച്ചു. ശ്രീ നാരായണ ഗുരുവിനെ വിദ്യാർത്ഥികൾ അനുസ്മരിച്ചു. പോട്ടെ, ചട്ടമ്പി സ്വാമികളെ വിദ്യാർത്ഥികൾ അനുസ്മരിച്ചു. ഇവർക്ക് ആർക്കും കിട്ടാത്ത ഒരു പ്രിവിലേജ് കേരളത്തിൽ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ട്. പാത്തുമ്മയുടെ ആടിനും ബഷീറിനും. ബഷീറിന്റെ അനുസ്മരണ ദിനമായി വിദ്യാർത്ഥികൾ ബഷീറിന്റെയും പാത്തുമ്മയുടെയും വേഷം കെട്ടി സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കണം. വാട്സപ്പ് സ്റ്റാറ്റസ് ഇടണം. FB-യിൽ ഫോട്ടോ ഷെയർ ചെയ്യണം. എല്ലാ പെൺകുട്ടികളും മുസ്ലിം കഥാപാത്രമായ പാത്തുമ്മയുടെ തട്ടമിട്ട രൂപം കെട്ടിയവരിൽ ഹിന്ദു കുട്ടികളുമുണ്ട്. അതേപോലെ മുസ്ലിം വേഷമണിഞ്ഞ ബഷീറിന്റെ രൂപം കെട്ടിയവരിലും ഹിന്ദു കുട്ടികളുണ്ട്. ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. എഴുത്തച്ഛന്റെ രൂപം കെട്ടാൻ എന്തേ ഈ മതസ്ഥർ തയ്യാറാകാത്തത്? എന്തേ എഴുത്തച്ഛൻ അനുസ്മരണ ദിനത്തിൽ വിദ്യാർത്ഥികൾ എഴുത്തച്ഛന്റെ രൂപം കെട്ടുന്നില്ല? ഒറ്റുത്തരമേ ഇതിനുള്ളൂ. പൂണൂലും ഭസ്മവും ചന്ദനക്കുറിയും ഞമ്മക്ക് ഹറാമാണ്. പക്ഷേ തട്ടവും തലയിലെ തൊപ്പിയും ഇടത്തോട്ടുള്ള മുണ്ടും ഹിന്ദുക്കൾക്ക് ഹറാമല്ല. അതുകൊണ്ട് പാത്തുമ്മയും ബഷീറുമൊക്കെ ഹിന്ദു വീടുകളിൽ അണിഞ്ഞൊരുങ്ങുന്നു. എഴുത്തച്ഛന്റെ പ്രതിമ പോലും സ്ഥാപിക്കാൻ ഇന്ന് ചിലർ അനുവദിക്കുന്നില്ല. കേരളത്തിൽ പല കോപ്രായങ്ങളും ഒരു അജണ്ടയുടെ ഭാഗമാണ്. അത് മനസ്സിലാകാത്തത് പാവപ്പെട്ട ഹിന്ദുവിനെ മാത്രമാണ്. ഈ ഒരു അജണ്ട തുറന്നു കാണിക്കുന്നവരെ വർഗീയവാദികളാക്കുന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഫാഷൻ. ഇപ്പോഴത്തെ എന്നല്ല, എപ്പോഴത്തെയും. നിങ്ങൾ ഞങ്ങൾക്ക് എത്ര വർഗീയ പട്ടം ചാർത്തിയാലും പറയാനുള്ളത് ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയും. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.